So, hello guys, welcome back to my YouTube channel. So, ഇന്ന് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ലെവൽ അപ്പ് ഗെയിമർ ഗൈസ്. സോ ഇന്ന് നമ്മൾ വീടും ഇതൊക്കെ ഉപേക്ഷിച്ച് പുതിയൊരു വീട് ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ എടുക്കാണത്. സോ ഇന്ന് ഞാൻ പുതിയൊരു വീട് ഉണ്ടാക്കാൻ പോവാണ്. ഇന്നത്തെ ടാസ്ക് അതാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഡയമണ്ട് മൈനിങ്ങിന് എന്തായാലും പോകും ഗൈസ്. സോ ഞാൻ ഒരുപാട് മൈൻ ചെയ്തു, അയണൊക്കെ കണ്ടുപിടിച്ചു, ഒരുപാട് റൂട്ടൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു മൈനിങ്ങിൻ്റെ. സോ ഒരുപാട് അയണൊക്കെ കിട്ടി. ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 42 അയൺ കിട്ടി കാണും. സോ അത്രയും അയൺ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചു എന്നൊക്കെ പറയാം. ഒരുപാട് നേരം മൈൻ ചെയ്തിട്ടാണ് ഇത്രയൊക്കെ കിട്ടിയത്. ഇനി നമ്മൾ ഡയമണ്ട് മൈനിങ്ങിന് പോകുമ്പോൾ ഒരു സ്വാമ്പൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ഡയമണ്ട് മൈനിങ്ങിനൊക്കെ ഇനി പോവുക. സോ നമ്മളൊരു ചെറിയൊരു ബേസായിട്ടുള്ളൊരു വീടാണ് ഉണ്ടാക്കാൻ പോണത്. സോ ആ വീടിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ തപ്പാനുണ്ട്. പിന്നെ ഈ ചെസ്റ്റിൽ ഇത്ര സാധനങ്ങളൊക്കെ ഉള്ളൂ. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഗൈസ്. ദെൻ നമുക്ക് കുറച്ച് അയൺ കൂടി ഉണ്ട്, അത് വെച്ചൊരു പിക്കാക്സും കൂടി ഉണ്ടാക്കാം. ദെൻ നമുക്ക് ഷവലിൻ്റെ ആവശ്യമുണ്ട്. ഷവൽ നമുക്ക് പിന്നെ എടുക്കാം. സോ നമുക്ക് എന്തായാലും നല്ലൊരു വീടിന് പറ്റിയ സ്ഥലം തപ്പാം ഗൈസ്. തപ്പി പോവാം. സോ എന്തായാലും ഈ മഞ്ഞുള്ള സ്ഥലത്ത് നിന്നൊക്കെ ഒന്ന് മാറണം. മഞ്ഞുള്ള സ്ഥലത്ത് വീടുണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതെന്താ ഇറങ്ങാൻ പറ്റാതെ? ഓക്കെ, മഞ്ഞുള്ള സ്ഥലത്ത് വീടുണ്ടാക്കിയാൽ ശരിയാവില്ല. നല്ല മഞ്ഞൊക്കെ വെച്ചിട്ട് നടക്കാനൊക്കെ നല്ല പാടായിരിക്കും. സോ ഇവിടുന്ന് പോവാണ്. ഹാഫ് ഹാർട്ടേ ഉള്ളൂ, ഫുഡൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. സോ നമുക്ക് പറ്റിയൊരു സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ അങ്ങോട്ടേക്ക് പോയി നോക്കാം ഗൈസ്. അല്ലെങ്കിൽ വേണ്ട, സൈഡിൽ നല്ല പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഒരു കേവ് ഉണ്ട്, അപ്പം മൈനിങ്ങിനും നല്ല സെറ്റപ്പ് ആവും. ആ കേവിൻ്റെ ഉള്ളിലോട്ട് മൈനിങ്ങിന് പോയാൽ മതി. സോ അതെന്തായാലും നന്നായി. ഈ സ്ഥലം നല്ല പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ തന്നെ നമുക്ക് എന്തായാലും വീടുണ്ടാക്കാം. സോ ഈ സ്ഥലത്ത് തന്നെ നമുക്ക് എന്തായാലും റെഡിയാക്കാം ഗൈസ്. പിന്നെ ഞാൻ അധികം വലിച്ചിട്ട് കാട്ടുന്നൊന്നുമില്ല നിങ്ങളെ. ഞാൻ വീടുണ്ടാക്കണതൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കില്ല, കാരണം ഒരുപാട് വൈകും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയും ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു സ്ട്രക്ചർ മാത്രമാണ് നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ മാത്രമേ നിങ്ങൾ കാണിച്ചിട്ടുള്ളൂ. ഇനിയുള്ള ഭാഗങ്ങളെല്ലാം സ്കിപ്പ്ഡ് ആയിരിക്കും ഗൈസ്. ഇതാണ് സ്ട്രക്ചർ. ഈ വീടിൻ്റെ സ്ട്രക്ചർ മാത്രമാണിത്. സോ സ്കിപ്പ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത്തുള്ളൊരു വീഡിയോയിൽ മാറും ഇത്. അതുകൊണ്ടാണ് ഇത് സ്കിപ്പ് ചെയ്ത് കാണിച്ചു തരുന്നത്. സോ ഗൈസ്, നമുക്ക് എന്തായാലും കുറച്ച് പ്ലാങ്ക് ഇവിടെ വെക്കാം. ഇവിടെ വെച്ചേക്കാം. കുറച്ചായിട്ടൊക്കെ കാണിക്കാം. ഇതേപോലെ കുറച്ച് പ്ലാങ്കൊക്കെ വെക്കണ പോലത്തെ അത്രയും കാണിക്കുന്നുള്ളൂ, കാരണം നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ടൈം ലാപ്സ് ചെയ്യണം. ഇത് ബെഡ്റോക്ക് എഡിഷനാണ്, ടൈം ലാപ്സ് ചെയ്യാൻ പറ്റില്ല. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഓവർലുക്ക് വീട്. ഭയങ്കര ന്യൂബായിട്ടുള്ള വീടാണെങ്കിലും ഇനി അണ്ടർഗ്രൗണ്ടിലോട്ടാണ് ഞാൻ ബിൽഡ് ചെയ്യാൻ പോണത്. ഇനി ഞാൻ മുകളിലൊരു ചെറിയൊരു സ്ട്രക്ചർ മാത്രം വെച്ചിട്ടുള്ളൂ. അണ്ടർഗ്രൗണ്ടിലോട്ടാണ് ഇനി ഞാൻ ബിൽഡ് ചെയ്യുന്നത്, കാരണം എനിക്ക് പേഴ്സണലി അണ്ടർഗ്രൗണ്ട് ഹൗസസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്, അത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കും. സോ ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അണ്ടർഗ്രൗണ്ട് ഒന്നും ഞാൻ വീഡിയോ ഇട്ടിരുന്നൊന്നുമില്ല, അത് ഞാൻ പേഴ്സണലി ഉണ്ടാക്കിക്കോളാം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ആരും ഈ വീഡിയോ കാണുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.